ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സാന്തയെ കാണാൻ വേണ്ടിയിട്ടാണ്. റിയൽ സാന്തയെ കാണാൻ വേണ്ടി നമ്മൾ റോഷ് ദു നോയെ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏകദേശം 2.4 മീറ്റർ ഉയരത്തിലാണ് സാന്തയുടെ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. അവിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ ട്രെയിനിനകത്താണുള്ളത്. അപ്പോൾ സാന്തയെ കാണാൻ പോകാന്നുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ ഈ യാത്രയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇത് സ്വിസ് ആൽപ്സിലെ ഒരു മൗണ്ടൻ ആണ്. നമ്മളെ യുണീക്ക് മനോരമിക് വ്യൂ ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ സമ്മറിലും നമ്മളിപ്പോൾ പോകുന്നത് സമ്മറിലല്ല. അപ്പോൾ സമ്മറിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ക്രിസ്മസ് ടൈമിൽ, അതായത് നവംബർ 25 മുതൽ ഡിസംബർ 24 വരെ നമുക്ക് സാന്താക്ലോസിൻ്റെ ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സമ്മറിലും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സമ്മറിൽ മാത്രം ഓപ്പൺ ആക്കുന്ന മാർമോട്ട് പാർക്ക് ഉണ്ട്, ബോട്ടാണിക്കൽ ആൽപ്പൻ ഗാർഡൻ, അതൊക്കെ ഇതിൽ ഈ സമ്മർ ആക്ടിവിറ്റീസിൽ ചിലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന റോഷ് ദു നോയിലേക്ക് 10 സ്റ്റോപ്സ് ആണുള്ളത്. അപ്പോൾ 10ാമത്തെ സ്റ്റോപ്പാണ് റോഷെ ദു നോയ് എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ സാന്താക്ലോസിനെ കാണാൻ പോകുമ്പോൾ റിസർവേഷൻ അത്യാവശ്യമാണ്. റിസർവേഷൻ ഇല്ലാണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. കൂടാതെ നമുക്കിവിടെ സ്വിസ്സിലെ പല പാസും ഉണ്ട്. സ്വിസ്സിൻ്റെ ഹാഫ് ടിക്കറ്റ് ഉണ്ട്, കുട്ടികൾക്കുള്ള ടിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഇവർക്കുള്ള ഒരു വർഷത്തേക്കുള്ള ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ അവരെടുക്കില്ല. നമുക്ക് ഇതിനുള്ള ടിക്കറ്റ് നമ്മൾ വേറെ തന്നെ വാങ്ങണം. നമ്മളെ സ്വിസ് ഹാഫ് ടിക്കറ്റോ കുട്ടിയുടെ ടിക്കറ്റോ ഒന്നും ഇവർ കണക്കാക്കും. ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊരു ഓട്ടം സീസണാണെന്നുള്ളത്. ഓട്ടത്തിൻ്റെ ഗ്രീനും യെല്ലോയും ഓറഞ്ചും ഉള്ള ഇലകളൊക്കെയുള്ള മരങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പക്ഷേ നമ്മളിപ്പോൾ 2041 മീറ്റർ ഉയരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ഡിഫറെൻറ്റ് നിറത്തിലുള്ള ഇലകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. നിറയെ മഞ്ഞ് പൊതിഞ്ഞ നമ്മുടെ മരങ്ങളായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സാന്തയെ കാണാൻ പോകുന്ന ഒരു വലിയൊരു നിര തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ക്യൂവിൽ നിൽക്കണം. പിന്നെ നമ്മുടെ കോവിഡ് സർട്ടിഫിക്കറ്റ്സും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ കാണിച്ചാൽ മാത്രമേ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. താഴെ നോക്കിയേ. നമ്മൾ റോഷെ ദു നോയിലെത്തി. റോഷെ ദു നോയിലെത്തി. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാന്ന്. താഴെ നോക്കി വിരിച്ചത് നോയലിനെ കാണട്ടെ. കണ്ടോ താഴെ നോയലിനെ കണ്ടോ? എല്ലാവരും നോയലിനെ ചവിട്ടിയിട്ടാന്നല്ല പോകുന്നാദ്യേ. മോൺട്രൂന്ന് ഇവിടേക്ക് 10 സ്റ്റോപ്പാണുള്ളത്. ഒരുപാട് സമയം നല്ല 20 മിനിറ്റ് എന്നല്ല, ഒരുപാട് സമയം 1 മണി. അപ്പോൾ അവിടുന്ന് ഇവിടത്തേക്ക് വരെയുള്ള കാഴ്ച സൂപ്പറാണ്. സൂപ്പറായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷെ സമ്മറിൽ ഇവിടെ എന്നാ ഉണ്ടാവുക? ഇവിടെ താഴെയെല്ലാം നിറയെ റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. അതിലെല്ലാം നമ്മുടെ സാന്തയുടെ പിക്ചേഴ്സാണ് ഉള്ളത്. എല്ലാം ക്യാപ്പ് മാറ്റി അതേ മിനിറ്റാ കൊടുക്കണ്ട.
ഒരു വാക്സിൻ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ച് നമ്മൾ ഉള്ളിലേക്ക് പോയാണ്. ഉള്ളിൽ നിറയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇവിടത്തേക്ക് പോകുന്നത് നമ്മളെ സാന്താക്ലോസിൻ്റെ ഹൗസിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നിറയെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടാണുള്ളത്. വീഡിയോയിൽ അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഇതൊക്കെ അത്യാ ഇത് വേണ്ട. അത്യാ അവർ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരിക്ക്. എന്താ ഇതെന്തോ കണ്ട ഈ മലനുള്ളിൽ ഇങ്ങനെ ആക്കിയിട്ടില്ല. അതെയോ സാന്താക്ലോസിനെ കാണാൻ പോകുന്നേ? സാന്താക്ലോസ് എന്നാ തരുവാ അറിയില്ല, നോക്കാല്ലേ. സാന്താക്ലോസിനെ എപ്പോഴും ഫോട്ടോ വേണോ? സാന്താക്ലോസിനോട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? നിങ്ങൾക്കൊന്നും പറയാൻ മെസ്സേജ് ഇല്ല? You forgot to take that. What? The letter that you wanted to give to Santa. Explain. ഇവിടെ കണ്ട സാധനം കാണണം. സാധ്യത വീട്ടിൽ കയറി വരുന്നു. എവിടെ? ആദ്യം ഇവിടെ സാന്തേനെ കണ്ടുപിടിച്ചേട്ടെ. ഇതിലൊരു സാന്തയുണ്ട്, കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ഇല്ല ഇതാരാ ആദ്യേ സാന്തേൻ്റെ ഇപ്പുറം നിൽക്കുന്നതാരാ? ആ മൗസിൻ്റെ പേരെന്നാ? ഇതിന് മൗസ് വന്നേ. ഇവിടെ സാന്താക്ലോസിനെ കാണാനും സാന്തയുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണിപ്പോൾ. നോക്കിയേ അതിൻ്റെ മോളിന്ന് ആടെ നോക്കിയാതിയേ. അതവരാ ഒരു ടെഡി അവിടുന്ന് ആടുന്ന് കണ്ടിനെ. ഇവിടെ എല്ലാവരും റെഡ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഉള്ളവർ English. Now from Geneva. നിങ്ങൾ
വിളിക്കുന്ന യെസ് We would like to have first these two, then all together too. Hello, hello. How are you? Oh, wonderful. Look at that. Incredible. With the Swiss. Ah. Bravo. Flag, Swiss flag. India, namaste. Hey, what's your name? Nadia, yeah? You're Germany, yeah? James is Jamel. Swedes. You love our country, huh? Yes, Yeah. Yes, word at school. Yes, so far Yeah, sure. everything is good. And did you wrote the letter to Santa? Yes. You forgot the letter? The post-it. Yeah. Okay? Take a picture, come on. അവരുണ്ടല്ലോ അവരാദ്യം. You want to take these? യെസ്. Come on. Okay, I have something for you. This is a certificate. You can go in my study to put a stamp on it and you will receive a little present. ഓക്കെ. Merry Christmas to you. Merry Christmas. Bye bye. See you next time. എത്ര കാണിച്ചേ? ഇങ്ങോട്ട് കാണിച്ചേ. ആദ്യം ഇങ്ങോട്ട് നോക്ക്. ഡിപ്ലോമ നേരിട്ടുണ്ട്. വാ പോവാ. എവിടെ കൊടുക്കാൻ പറഞ്ഞേ? സാന്തയുടെ കൂടെ എടുത്ത ഫോട്ടോ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ഇവിടെ കുറച്ച് ക്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റിൽ സീൽ വെക്കാൻ വേണ്ടിയും പിന്നെ ഇവരുടെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് പോകുന്നത്. താങ്ക് യു. ഇത് സാന്തന്റെ വീടാ? ബ്യൂറോ ഓഫീസാ? ഇവിടെയാണ് നമ്മൾ സാന്ത തന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ആ സർട്ടിഫിക്കറ്റിൽ ഇവർ സീൽ വെച്ച് തരികയും ചെയ്യും. പിന്നെ ഓരോ ഗിഫ്റ്റ് പാക്കറ്റ് കൊടുക്കുകയും ചെയ്യും. എന്താ മോളെ? എന്നാ ഓ ഇതുണ്ട് കാണിച്ചേ. മോള് അവളുണ്ടല്ലേ? അറബിക്കറിയാം അതിന്റെ മുകളിൽ തന്നെ ഉള്ളേന്ന്. This one. Okay. പോവാം.
അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് മോണ്ടോയിലേക്ക് പോവുകയാണ്. സാന്തയുടെ ഹൗസിൽ നിന്നെല്ലാം ഇറങ്ങി തിരിച്ച് മോണ്ടോയിലേക്ക് പോവുകയാണ് നമ്മൾ. ശാന്ത എന്നാ പറഞ്ഞേ മറന്നുപോയ ശാന്ത പറഞ്ഞത് മറന്നുപോയി. പിന്നെ നിന്റെ ഇതിന്റെയോ പോസ്റ്റ് ചെയ്യാനാ പറഞ്ഞേ? ആരാധ്യ നിന്റെ ഡ്രസ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ? എന്നാ പറഞ്ഞേ? സ്വിസ് ഡ്രസ് ആയോണ്ടാ? ഇപ്പം നമ്മൾ മോൺട്രോ എത്തി. മോൺട്രോയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ മോൺട്രോ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി പോകുക ചെയ്യാം. നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണുള്ളത്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് വെച്ചിട്ടാ ഇത് എന്നാ ചൂട് ചായ വിത്ത് ആൽക്കഹോളും ഉണ്ടാവും, വിത്തൗട്ട് ആൽക്കഹോളും ഉണ്ട്. വിത്ത് ആൽക്കഹോളും ഉണ്ട്, വിത്തൗട്ട് ആൽക്കഹോളും ഉണ്ട്. നമ്മൾ വിത്തൗട്ട് ആൽക്കഹോൾ വാങ്ങിച്ചിട്ടില്ല. മതി കാണിച്ചേട്ടെ. ആരാധ്യ കുടിച്ചനാ? എങ്ങനെയുണ്ട് ആരാധ്യ? രസമുണ്ടാ? നല്ല രസമുണ്ടല്ലോ ചേട്ടാ. ഇത് നമ്പർ നോക്കാൻ അവിടെ അതിൽ പിക്കിളുള്ളതാണേ നീ എടുത്ത? ആ ഒരാൾക്ക് ഒന്നിലേ ഉള്ളൂ പിക്കിള്. അങ്ങനെ ഇടയ്ക്ക് പക്ഷെ ആവുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. രസമുണ്ടാ ചേട്ടാ? എനിക്ക് തരുവാ? എടുത്തോ, അവിടെ നിന്ന് എടുത്തിട്ടുമ്പോ പിന്നെ ശാന്തിയുണ്ടാ? പിസ്സ ഭയങ്കര നല്ലതാണെന്ന് പറയുന്നില്ല, പക്ഷെ മോശമല്ല. തണുപ്പിന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫയർ പ്ലേസിൻ്റെ അടുത്ത് നിന്നിട്ട് പിസ്സ തിന്നാൻ നല്ല രസമുണ്ട്. ആദ്യം അവിടുന്ന് സാന്തക്ക് ഷേക്കാൻ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.